ഒരു 7-8 മാസം കഴിയുമ്പോൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പഞ്ചാബ്. പഞ്ചാബിലെ ആം ആദ്മിയുടെ ഭരണമാണ്. അതിലൊരു പക്ഷേ വിള്ളൽ വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിടെ ഓപ്പറേഷൻ താമര വിജയിക്കുന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്കാണ് നീക്കം നടത്തിയിരിക്കുന്നത്. ശരിക്കും ഓപ്പറേഷൻ താമര എന്ന് പറയുന്നതിനേക്കാളുപരി ഈ ഓപ്പറേഷൻ താമരയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കിയ AAP നേതൃത്വമുണ്ട്. കാരണം AAP വളരെ സുശക്തമാണ് എന്നൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം പുതിയ ഒരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു അത്. UPA സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണകാലഘട്ടത്തിലുണ്ടായ, വിശേഷിച്ച് രണ്ടാം ഭരണകാലഘട്ടത്തിൽ ഒരു നിരവധി അഴിമതി ആരോപണങ്ങൾ വരികയുണ്ടായി. ആ കാലഘട്ടത്തിൽ അഴിമതിക്കെതിരായ ഒരു മുന്നേറ്റം എന്നുള്ള ജനകീയ മുന്നേറ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഉൽപ്പത്തിയാണ്, അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് വന്നതായിരുന്നു ആം ആദ്മി പാർട്ടി. പക്ഷേ ആ മുന്നേറ്റത്തിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയ BJP ആണ്. അപ്പം നമ്മൾ ഡൽഹിയിൽ 2011-12 മുതൽ അഴിമതിക്കെതിരായ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ബാബ രാംദേവിനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അണ്ണാ ഹസാരെ, ഇവരൊക്കെ വളരെ മുന്നിൽ നിന്ന് നടത്തിയ ജനകീയ മുന്നേറ്റം ഉണ്ടായിരുന്നു. പിന്നീടാണ് AAP ആയിട്ട് മാറിയത് ഒരു വിഭാഗം. അപ്പം അത് ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് AAP ചുരുങ്ങി. അപ്പോൾ AAPയിൽ ആദ്യ കാലഘട്ടത്തിൽ മുന്നിൽ നിന്ന പ്രമുഖ നേതാക്കൾ, ഇപ്പോൾ പ്രശാന്ത് ഭൂഷണെ പോലുള്ള, യോഗേന്ദ്ര യാദവ്, അതുപോലുള്ള നിരവധി നേതാക്കൾ AAP വിട്ടുപോയി നേരത്തെ തന്നെ. പക്ഷെ അവർ പാർലമെൻ്ററി രംഗത്ത് വിജയിച്ചവരൊന്നുമല്ല. പക്ഷേ ഇതിനൊരു ഓളം കൊടുത്തവരായിരുന്നു ഈ മുന്നേറ്റത്തിന്, മാധ്യമരംഗത്തൊക്കെ. പക്ഷെ അതിൽ നിന്ന് വീണ്ടും ഡൽഹിയിൽ ഇവർ 2013 അധികാരത്തിൽ വരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വൻ ഭൂരിപക്ഷത്തിൽ 2015 രണ്ട് തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ഡൽഹി ഭരിക്കുന്നത്. അപ്പം ഡൽഹി ഭരിക്കുമ്പോൾ മാതൃകാപരമായ ഒരു ഭരണം നടത്താൻ AAPക്ക് കഴിഞ്ഞില്ല. ഒരുപാട് ജനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തുള്ള ഫ്രീ ബീസൊക്കെ നടത്തിയിട്ട് അത് സാമ്പത്തികമായി തകരുകയും, അതൊരു വികസനപരമായി നോക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണപരമായ വികസനം ഡൽഹി ക്യാപിറ്റൽ ടെറിട്ടറിയിൽ ഉണ്ടായെന്ന് പറയാൻ കഴിയും. കാരണം വളരെ സമ്പന്നമായ ഒരു സ്റ്റേറ്റാണ്. ഒരു പൂർണ്ണരൂപത്തിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ പോലും നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്നുള്ള ഡൽഹി. അപ്പം AAPയുടെ ഭരണം ഒരു മാതൃകാ ഭരണമല്ല, ജനങ്ങൾക്ക് ഒരുപാട് വിയോജിപ്പെടണം. പിന്നെ ചില വ്യക്തികളിലേക്ക് മാറിയത്. അപ്പം അങ്ങനെയാണ് പണമുണ്ടാക്കുന്നതിനാണ് മദ്യനയം എന്നുള്ളത്. അപ്പം കോടതിയിലൂടെ ചില നേതാക്കൾ രക്ഷപ്പെട്ടുവെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ വ്യക്തമായ അഴിമതി നടന്ന ഒരു ഇതാണ് മദ്യ നയവുമായി ബന്ധപ്പെട്ടിട്ട് ഡൽഹിയിൽ. കാരണം അതിൽ ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തരത്തിൽ അതിൽ അഴിമതിയുടെ ഭാഗം തന്നെയാണ് ഈ പ്രസ്ഥാനം. അപ്പോൾ അതിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള നേതാക്കൾ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ പറഞ്ഞത്. അപ്പം ഈ സമയത്താണ് സമാന്തരമായിട്ട് പഞ്ചാബിലും ഗോവ, ഗുജറാത്ത് തുടങ്ങിയിട്ടുള്ള ജമ്മു കാശ്മീരിലൊക്കെ ആം ആദ്മി പാർട്ടി ചെറിയ വേരോട്ടം ഉണ്ടായി. അപ്പം പഞ്ചാബാണ് വളരെ പെട്ടെന്ന് അവർ ഭരണത്തിലേക്ക് വന്നു. 2022 തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും പഞ്ചാബിൽ അന്ന് അകാലിദളിൻ്റെ മുന്നണി ഒരു ഭാഗത്ത്, കോൺഗ്രസ് മറുഭാഗത്ത്. കോൺഗ്രസിന് വളരെ ശക്തമായ ഒരു അടിത്തറയുള്ള ഒരു സ്റ്റേറ്റായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വം, വിശേഷിച്ചും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം വന്നതിന് ശേഷമാണ് ഈ മിക്ക സംസ്ഥാനങ്ങളിലും ഈ തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഈ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ പഴയ കാലഘട്ടത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് അത് റിസോൾവ് ചെയ്യും. രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം ഒരു സംസ്ഥാനത്തിലുണ്ടായ പ്രശ്നങ്ങളെ റിസോൾവ് ചെയ്തിട്ടില്ല. ഇപ്പം കേരളത്തിൽ പോലും ഇപ്പം നമുക്കറിയാലോ, മുഖ്യമന്ത്രി ഈ സ്ഥാനത്തിന് വേണ്ടി തമ്മിലടിക്കുന്നത്, അതിനൊന്നും നമുക്കൊരു കമാൻഡ് വരുന്നില്ല. പഞ്ചാബിൽ എങ്ങനെ കോൺഗ്രസ് നേതൃത്വം നശിപ്പിച്ചതാണ് കോൺഗ്രസിനെ. അപ്പോൾ അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി വളരെ പെട്ടെന്ന് അവിടെ 92 സീറ്റ് നേടിയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുന്നത്. അപ്പോൾ പഞ്ചാബിലെ മുന്നേറ്റം, വിജയം ഒരു പുതിയൊരു രാഷ്ട്രീയ പരീക്ഷണമാണത്. ഡൽഹിയിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് വരുന്ന പുതിയ പ്രതീക്ഷ നൽകി ഒരുപാട് പേര്, വിശേഷിച്ചും ബുദ്ധിജീവികളായിട്ടുള്ളവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കറപ്ഷനെതിരായിട്ടുള്ള ആളുകൾ എല്ലാ പ്രദേശത്തുമൊക്കെ ഇവർക്ക് അനുകൂലമായൊരു സാഹചര്യമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ നേതൃത്വം ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങും. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ പോലത്തെ ഒരു പാർട്ടി ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിലൂടെ പോകേണ്ട ഒരു പാർട്ടിയാണ്. കാരണം അതൊരു ജനകീയ കൂട്ടായ്മയുടെ റിസൾട്ടായിരുന്നു. കാരണം ആ തരത്തിലൊരു പ്രത്യേക അഴിമതിരഹിതമായ ഒരു ഭരണ സംവിധാനം ആയിട്ടാണല്ലോ ഇവർ വരുന്നത്. അത് അവസാനം വ്യക്തി കേന്ദ്രീകൃതമായി മാറി. അപ്പോൾ ഇന്ന് ആം ആദ്മി പാർട്ടിയിലുണ്ടായ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള റിവോൾട്ടാണ്. കാരണം അദ്ദേഹമാണ് അതിൽ പഞ്ചാബിലെ റിയൽ മുഖ്യമന്ത്രി.
ഈ പഞ്ചാബിലെ മുഖ്യമന്ത്രി മാനിനേക്കാളും അതിന് നേതൃത്വം നൽകുന്നത് ഇദ്ദേഹം തന്നെയാണ്. കാരണം ആ തരത്തിൽ ഈ അകത്തൊരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഈ രാഘവസത്തെ പോലെയുള്ള ആളുകൾ നേരത്തെ തന്നെ റിവോൾട്ട് ചെയ്താറുണ്ട്. ഇപ്പം നമ്മൾ BJP ഒരു സർപ്രൈസ് ആയിട്ടൊരു പരീക്ഷണം നടത്തിയതല്ല, നമ്മളിപ്പം ഒരു ഓപ്പറേഷൻ നടത്തിയതല്ല. കാരണം പാർട്ടി തന്നെ സംഘടനാപരമായ നടപടികൾക്ക് വിധേയമായി ഒതുക്കിയ ആളാണ് ഇതിന് നേതൃത്വം നൽകിയത്. പക്ഷെ അദ്ദേഹം അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ, അതായത് 10 രാജ്യസഭാ MP-മാരിൽ 7 പേരെയും സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നു. അതായത് ബഹുഭൂരിപക്ഷത്തെയും കൂടെ നിർത്താൻ കഴിയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു സംഘടനാപരമായ ശരിയുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരിക്കലും മറ്റുള്ളവർ അദ്ദേഹത്തിനോടൊപ്പം വരില്ല. അപ്പോൾ അദ്ദേഹത്തിനെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് മാറ്റുകയും പാർലമെൻറ്റിനകത്തും അദ്ദേഹത്തെ ഒറ്റപ്പെടുന്ന സാഹചര്യം വന്നിട്ട് പോലും അത് വിജയിക്കാതെ പോവുകയും ബഹുഭൂരിപക്ഷം പേരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് BJP-യിൽ ചേരുകയാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഓപ്പറേഷൻ താമര എന്ന് നമ്മൾ മാധ്യമങ്ങൾ പറയുമെങ്കിലും അടിസ്ഥാനപരമായി ഇത് അതിനകത്ത് ആം ആദ്മി പാർട്ടിക്കകത്തുള്ള റിവോൾട്ട് അത് എക്സ്പ്ലോഡ് ചെയ്തതാണ്. ആ റിവോൾട്ടിനെ BJP ഉപയോഗിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ BJP അതിന് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം അവർ തന്നെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അത് BJP സൃഷ്ടിച്ചത്, ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, കൺക്ലൂഷൻ എന്ന് പറയുന്നത്, BJP ഉണ്ടാക്കിയെടുത്തൊരു സംഘർഷമല്ല ഇത്. ആന്തരികമായ ജനിതകമായ വിഷയങ്ങൾ കൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി അത് ഈ തരത്തിലുള്ള ശിഥിലീകരണത്തിന് വേദിയായത്. അപ്പോൾ ഡൽഹിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചു വരാൻ സാധ്യത കുറവാണ്. കാരണം മാതൃകയാകേണ്ട നേതൃത്വം തന്നെ കറപ്റ്റാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. കോടതിയിലൂടെ തെളിയിക്കുന്ന മാത്രം ജനകീയ കോടതി ഉണ്ടല്ലോ, ജനങ്ങളിലൊരു, നമ്മളിപ്പോൾ ഒരു ആരോപണം വന്നതുകൊണ്ട് ഒരു നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി നശിക്കില്ല. പക്ഷേ അദ്ദേഹം ആരോപണങ്ങൾ വരും, അതിന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം നമ്മൾ വിചാരിച്ചതുപോലെയുള്ള അഴിമതി വിരുദ്ധ ഒരു മുന്നേറ്റം നടത്തിയ ഒരാളെന്നുള്ള ആ ഒരു ബിംബമുണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റ് അദ്ദേഹത്തിന് പണ്ടേ നഷ്ടപ്പെട്ടിരുന്നു. രണ്ടാമത് പാർട്ടിക്കകത്ത് ഒരു ജനാധിപത്യ പാർട്ടിയിൽ നിന്ന് സ്വേച്ഛാധിപത്യ പാർട്ടിയായിട്ട് മാറി. വ്യക്തിപൂജയിലേക്ക് ആം ആദ്മി പാർട്ടി മാറുകയും ഇപ്പം പഞ്ചാബ് ഘടകത്തിന് പോലും ഡൽഹിയിൽ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം കെജ്രിവാളിൻ്റെ ശ്രദ്ധ മുഴുവനും പഞ്ചാബിലാണ്. മറ്റൊന്ന്, പഞ്ചാബിലെ നമ്മൾ പറയുന്ന തരത്തിൽ ദേശവിരുദ്ധ ശക്തികളായിട്ടുള്ള ഖാലിസ്ഥാൻ വാദികളായിട്ടുള്ളവരൊക്കെ ഈ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പം പഞ്ചാബ് പോലുള്ള ഒരു സംസ്ഥാനം നമ്മുടെ ഏറ്റവും സുപ്രധാനമായ ഒരു അതിർത്തി സംസ്ഥാനമാണ്. ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു കാലഘട്ടത്തിൽ ഭീകരവാദം ഏറ്റവും കൂടുതൽ കിരാതമായി താണ്ഡവമാടിയ ഒരു പ്രദേശങ്ങളാണ്. അവിടെ ഇതുപോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു ശിഥിലീകരണ മൂവ്മെൻറ്റുകളെല്ലാം അവർക്ക് താവളമൊരുക്കുന്ന തരത്തിലേക്ക് മാറുന്നത് അപകടമാണ്. അതുപോലെ കർഷക സമരവും അതിനോടനുബന്ധിച്ചുള്ള കലാപവും നടക്കേണ്ടത്. നമുക്ക് ചെങ്കോട്ടയിൽ ദേശീയ പതാക മാറ്റിയിട്ട് അവിടെ ഖാലിസ്ഥാൻ പതാക വരുന്ന സാഹചര്യം വരെ ഉണ്ടായതാണ്. അപ്പോൾ ആ തരത്തിലുള്ള കർഷക മുന്നേറ്റങ്ങൾക്കൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഫുൾ പിന്തുണ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആം ആദ്മി പാർട്ടി ഒരു ദേശീയ പാർട്ടിയായി നിലകൊള്ളുന്നതിന് പകരം ഈ വിഭാഗീയ രാജ്യവിരുദ്ധ ശക്തികളും ഇതിൻ്റെ തണലിൽ, വിശേഷിച്ച് പഞ്ചാബിൽ ഇന്ന് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും മാഫിയ പ്രവർത്തിക്കുന്നൊരു മേഖലയാണ്. മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു സമൂഹമാണ്. ഒരുപാട് പഞ്ചാബികൾ കുടിയേറുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക്, കാനഡയിലേക്കും US-ലേക്കും. കാനഡയിൽ പ്രശ്നങ്ങൾ വരെ കാനഡയിൽ തന്നെ, കാനഡയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിന് വലിയ റോൾ എടുക്കുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ ആ തരത്തിൽ ഈ ഖാലിസ്ഥാൻ വാദികളുടെ മൂവ്മെൻറ്റിന് ഇൻഡയറക്റ്റായിട്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് പഞ്ചാബിൻ്റെ ഭരണകൂടം. അപ്പം അതുകൊണ്ട് ഞാൻ കാണുന്നത് ഇതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം ആം ആദ്മി പാർട്ടിയുടെ ആന്തരിക സംഘർഷം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു പിളർപ്പാണ് ഈ വരുന്ന 2027 തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ ഭരണവും അവസാനിക്കാനാണ് സാധ്യത. അപ്പം അത് അകാലിദൾ BJP-യും അല്ലെങ്കിൽ ഈ ആം ആദ്മി പാർട്ടിയിൽ തന്നെ മറ്റൊരു ഇനി പുറത്തു വരാനുള്ള വിഭാഗം കൂടെ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇത് 1 വർഷം നീണ്ടുപോകില്ല എന്നുള്ളതാണ്. ആ സർക്കാർ ഇനി 10 മാസമാണ് ആ ഗവൺമെൻറ്റിനുള്ളത്. പഞ്ചാബിലെ സർക്കാർ മുന്നോട്ട് പോകുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. കാരണം പുറത്തു വന്ന 7 MP-മാരും അവരുടേതായ റോൾ അവർ വഹിക്കും. അപ്പം പ്രശ്നം വെച്ചാൽ അവർ രാജ്യസഭാംഗത്വം രാജിവെക്കേണ്ടതില്ലല്ലേ? രാജിവെക്കേണ്ടി വരില്ല നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട്. കാരണം 3% അവരെ കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം, നമ്മുടെ ഭരണഘടന ഭേദഗതി 50 പ്രകാരമുള്ള നിയമപ്രകാരം അവർക്ക്
ഈ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയില്ല. മറ്റൊന്ന്, അവരിപ്പോൾ ആവശ്യപ്പെടുന്നത് ബാക്കി 3 പേരെ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതാണ്. അതായത് പാർട്ടിയുടെ മുഖ്യ ഭാഗം, അതായത് ഭൂരിപക്ഷം എടുക്കുന്ന തീരുമാനത്തിനെതിരായി നിൽക്കുന്നവരാണ് ഈ അയോഗ്യരാകപ്പെടുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, നിയമസഭയിലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിപ്ലവം നിയമസഭയിലുണ്ടാവും. അവിടെ 92 MLA-മാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവിടെ ഒരു 60 MLA-മാർ അല്ലെങ്കിൽ 60-60ലധികം MLA-മാർ അവിടെയും ഒരു പക്ഷേ ഒരു റിവോൾട്ടിന് തയ്യാറാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻ ലോട്ടസിൻ്റെ സപ്പോർട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി ഭരണവും ഡൽഹിയിൽ 10 വർഷത്തിന് ശേഷമാണ് അവർ പുറത്തു പോകേണ്ടി വന്നെങ്കിൽ പഞ്ചാബിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് 5 വർഷത്തിനപ്പുറം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വരും. അപ്പോൾ കേജ്രിവാളിൻ്റെ രാഷ്ട്രീയ പരീക്ഷണം ഒരു പരിധി വരെ ഒരു പരാജയമായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്വാധീനം, നമ്മളിപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് 10 മാസം കഴിഞ്ഞുള്ള തിരഞ്ഞെടുപ്പിലാണ്. പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ്. അവിടെ തീർച്ചയായിട്ടും അത് കാര്യമായി ആം ആദ്മി പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കും. ഒരുപക്ഷെ 10 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പഞ്ചാബിൽ ഉള്ള സർക്കാർ പുറത്തു പോകേണ്ട സാഹചര്യമോ അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ മാറ്റമോ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ പറഞ്ഞതുപോലെ 2/3 MLA-മാരെ കൂടെ അവിടെ മാറ്റിയെടുക്കാനുള്ള പ്രക്രിയയുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് 60ലധികം MLA-മാർ ആ തരത്തിൽ ഈ MP-മാരോട് കൂറ് പുലർത്തുന്നവരാണ്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ആം ആദ്മി പരീക്ഷണം ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണമായിട്ട് 2010 ശേഷം വന്നത് ഏതാണ്ട് 15 വർഷങ്ങൾക്കുള്ളിൽ അസ്തമിക്കുന്ന സാഹചര്യമുണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.